ഒന്ന് രണ്ട് ഡൽഹി ബേസ്ഡ് കാർ ഡീലർ ഗ്രൂപ്പിന്റെ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ എൻറോൾ ചെയ്തു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അസ്യൂനോ ഇറ്റ്സ് കാറുകളുടെ ഫോട്ടോ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനകത്ത് അവർ അത് സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വിടും. ഇന്നാൾ അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ് കുറെ മെസ്സേജസ് അടിച്ച് ഇങ്ങനെ യൂസേഴ്സിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറെ മെസ്സേജിന് ശേഷം നമുക്ക് എന്ത് കാറാണ് കിട്ടുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടുത്തെ, അല്ലെ? എല്ലാ ഏജൻസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഏജൻസും വണ്ടി ഓടിയിരിക്കുന്ന എല്ലാം 1.5 lakhs കിലോമീറ്റർ മാക്സിമം. അപ്പം അതെങ്ങനെയാണ് ഈ 1.5 കിലോമീറ്റർ ഓടിയായിരിക്കും? ടാക്സിക്കാരനെ പ്രൈവറ്റ് ആക്കുമ്പോൾ അത് ഒരു ഹിസ്റ്ററിക്കകത്തും കാണിക്കത്തില്ല. RTO കയ്യിലാണ് അതിന്റെ നമ്പറും JS നമ്പറും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരോട് പറയും? ഇന്നോവയാണ് എവറിത്തിങ്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തോ മാരുതിയുടെ എഞ്ചിനോ എന്തോ സാധനങ്ങളോ അങ്ങനെ എന്തോ ഔട്ട്ലുക്ക് ഫുൾ ഒരു ഇന്നോവ. സോ ഇങ്ങനത്തെ ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ അതിനകത്ത് മാറിയിട്ടുണ്ട്. അതായത് അത് കല്ലടിച്ചിട്ടാണ് ഫ്രണ്ട് ഗ്ലാസ് മാറിയതെന്ന്. എന്താണ് ഈ കല്ലടിക്കുന്നത്? ഡൽഹി പോലെ ഇതുവഴി പോയ വണ്ടി, ഇതുവഴി പോയ ടാക്സി കാറുകളാണെങ്കിൽ അത് പിഴിഞ്ഞ് ചാറെടുത്ത വണ്ടിയായിരിക്കും. അത് നമ്മൾ ഈ വഴി ലഡാക്കിലും സ്പിറ്റിയിലും ഒക്കെ പോയിട്ട് ഹലോ, ഹായ് ഓൾ, ദിസ് ഈസ് യുവർ ബ്ലണ്ട് ഗൈ. സോ ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് ബ്ലണ്ട് ഗൈ തന്നെയാണ്. അപ്പോൾ അതിനകത്തു നിന്ന് എന്താണ് കുറച്ചൊരു ജനറിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസുകളും ഒക്കെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബൈ ദ വേ, എൻ്റെ ഫസ്റ്റ് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ വീഡിയോ ആണ്. ഞാൻ വേറൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടായിരുന്നു കുറേ നാൾ, പക്ഷേ ഞാൻ അതിനകത്ത് ഒരു വീഡിയോസും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ജസ്റ്റ് ലൈക്ക് ഈവൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. സ്പെസിഫിക്കലി എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാനൊരു IT പ്രൊഫഷനാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് അങ്ങനത്തെ സംശയങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അല്ലാതെ ജനറിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഞാനൊരു ഏകദേശം ഒരു 20 hours അല്ലെങ്കിൽ 24 hours തന്നെ ഞാൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സമ്മറി ആയിട്ട് ഇങ്ങനെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എന്ന് കരുതിയിട്ടാണ് ഈ ചാനൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ. As a name suggests, like blunt guys, don't give much introduction, so they are straight to the point. So നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് വരാം. സോ വീഡിയോസ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഒരു വീഡിയോ എങ്കിലും വെച്ച്. ബട്ട് ലൈക്ക് റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് അതിന്റെ ടോപ്പിക്സും ബാക്കി കാര്യങ്ങളും തീരുമാനിക്കാം. ബട്ട് ആസ് ഐ സെഡ്, ഒരു IT ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ജനറിക് ആയിട്ടുള്ള കുറച്ച് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. അതായിരിക്കും മെയിൻലി കണ്ടന്റ്സ്. സോ അപ്പം ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഉള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോക്കകത്ത് ഞാൻ കരുതി ഇപ്പം നമ്മുടെ ഇവരെല്ലാവരും നമ്മുടെ ഒരു ഡൽഹി രജിസ്ട്രേഷൻ കാറിന്റെ പുറകെ പോകണല്ലോ. അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കുറച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ്. യെസ്, ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് ഇൻ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് വിച്ച് ഡീൽസ് വിത്ത് ദിസ് മോസ്റ്റ്ലി ബൈ എക്സ്പേർട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം കുറച്ചാൾ വിചാരിച്ചു, ഓക്കെ, ഒരു കാർ അപ്ഗ്രേഡ് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഡൽഹി പോയിട്ട് അല്ലെങ്കിൽ ഹരിയാന HR26 അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ UP കുറച്ച് കാറുകൾ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ട് ഇറക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർ അപ്ഗ്രേഡ് ചെയ്താൽ എന്താണ്, അല്ലെങ്കിൽ ആ കാർ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് ജസ്റ്റ് ഒരു സ്റ്റഡി നടത്താൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസും കുറേ കാര്യങ്ങളും എല്ലാം കണ്ടു. അപ്പോൾ അങ്ങനെ കുറേ ഡീലേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡീലേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം, അല്ലേ? ഒന്ന് നമ്മുടെ കേരളത്തിൽ ഇവിടെ ഡീൽ ചെയ്യുന്ന ആളുകൾ, ഒന്ന് ഡൽഹി വെച്ച് ഡീൽ ചെയ്യുന്ന ആളുകൾ, അല്ലേ? ഡൽഹിയിലെ ഡീലേഴ്സ്, മലയാളി ഡീലേഴ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തെ ഒന്ന് രണ്ട് ഡൽഹി ബേസ്ഡ് കാർ ഡീലർ ഗ്രൂപ്പിന്റെ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ എൻറോൾ ചെയ്തു. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അസ്യൂനോ ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ് അറ്റ് ദിസ് പോയിന്റ്. സോ അപ്പോൾ ഞാൻ അവരുടെ ഗ്രൂപ്പിനകത്തൊക്കെ ഒന്ന് ലോഗിൻ ആയി. ഞാൻ നോക്കുകയായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, അതായത് യെസ്, മെയിൻലി ഡൽഹി ബേസ് നമ്മൾ നോക്കുന്നത് മെയിൻലി ഇന്നോവ, ഫോർച്യൂണർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷറി സെഡാൻ പോലുള്ള കാറുകളാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്, അല്ലെ? ചെറിയ കാറുകൾ അങ്ങനെ ആരും ഡൽഹി പോയി എടുക്കാറില്ല. എടുക്കുന്നത് ആളുകളുണ്ടാവും, പക്ഷെ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ലാഭമൊന്നുമില്ല. അപ്പം
ഈ കാറുകൾ നമ്മുടെ ഒരു ഇന്നോവ ആണെങ്കിൽ തന്നെ ഒരു 2016 ഇന്നോവ 17 ഇന്നോവ ഒക്കെ നമുക്ക് ഏകദേശം ഒരു 9 ലക്ഷം രൂപയ്ക്കൊക്കെ ഡൽഹിയിൽ നിന്ന് കിട്ടാറുണ്ട്. ബൈ ദ വേ, ഇപ്പൊ ഡൽഹിയിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതായത് അവിടെ 10 വർഷം ഏജായ ഡീസൽ കാറും 15 വർഷം ഏജായ പെട്രോൾ കാറും ഇൻവാലിഡ് ആണ് അല്ലെ. അത് ഡീരജിസ്റ്റർ ചെയ്യും അവിടെ ഓട്ടോമാറ്റിക്കലി. അവർക്ക് ഫ്യൂവൽ എന്തോ കിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് കൂടുതൽ കാറുകൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പോൾ ഞാനിങ്ങനെ എൻറോൾ ചെയ്ത അല്ലെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്ത കുറെ ഡീലേഴ്സിന്റെ സൈറ്റിൽ ഇപ്പം അവര് കുറെ കാറിന്റെ ലിസ്റ്റിംഗ് ഇടും. ലിസ്റ്റിംഗ് ഇട്ടതിന് ശേഷം ഓഫ് കോഴ്സ് നമുക്ക് എന്താണ് വേണ്ടത്, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ കാറിന്റെ ഇമേജസും ഫോട്ടോസും കണ്ടിട്ട് നാട്ടിൽ നിന്ന് അത് ബുക്ക് ചെയ്യണം. അവർക്ക് പൈസ ഫുൾ അടയ്ക്കണം. അവരവിടെ നിന്ന് വണ്ടി കയറ്റി നമ്മുടെ നാട്ടിലോട്ട് വിടും അല്ലെ. അപ്പം ഇങ്ങനെ കുറെ ആളുകൾ ചെയ്യുന്നുമുണ്ട്. അപ്പം ഞാൻ എൻറോൾ ചെയ്ത ഗ്രൂപ്പ്സിനകത്തൊക്കെ അവരിങ്ങനെ കാറുകളുടെ ഫോട്ടോ ഇടും. ഫോട്ടോ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനകത്ത് അവർ അത് സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വിടും. ഇന്ന ആൾ അഡ്വാൻസ് ഒന്ന് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വിടും ആ സെയിം ഗ്രൂപ്പിനകത്ത് തന്നെ. എന്നിട്ട് റാൻഡമായിട്ട് കുറെ വോയിസ് മെസ്സേജസ് എടുക്കാണ്. എന്താണ്, ഓക്കെ ബായ്, ഞാൻ നിങ്ങളുടെ നിന്ന് കാർ എടുത്തിട്ടുണ്ടായിരുന്നു, കാർ സൂപ്പറാണ്, എനിക്ക് പേടിയുണ്ടായിരുന്നു, ഞാൻ ഈ ഫുൾ പേയ്മെന്റും ഒക്കെ കാർ കാണുന്നതിന് മുമ്പ് എങ്ങനെ തരുന്നത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ കാർ സൂപ്പർ കണ്ടീഷൻ ആയിരുന്നു, കാർ എന്താണ് ഒരു എയറോപ്ലെയിൻ അത്രയും തന്നെ ബെറ്റർ കണ്ടീഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഷോറൂമിൽ എടുക്കുന്നതിന് കൂട്ടുതന്നുള്ള കണ്ടീഷൻ ആയിരുന്നു. എന്നിങ്ങനെ കുറെ മെസ്സേജസ് അടിച്ച് ഇങ്ങനെ യൂസേഴ്സിനെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറെ മെസ്സേജ് കാണുന്ന ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും, ഓക്കെ ശരിയായിരിക്കുമോ, നല്ല കാറുകളായിരിക്കും ഇവർ തരുന്നത്, നമുക്ക് എടുത്തിട്ട് നമുക്കും എന്താണ് കാർ കാണാതെ തന്നെ അല്ലെങ്കിൽ കാറിന്റെ ഫോട്ടോ മാത്രം കണ്ടുകൊണ്ട് നമുക്കും ഇവർക്ക് എന്താണ് ചെയ്യുന്നത്, നമുക്കും ഇവർക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് കൊടുക്കാം, അവർ കാർ കയറ്റി വിടും. ഇവർ ചെയ്യുന്നത് കാർ കയറ്റി പൈസ കൊടുത്തു കഴിയുമ്പോൾ കാർ അവിടുന്ന് ഷിപ്പ് ചെയ്ത് നമ്മുടെ അഡ്രസ്സിലോട്ട് എത്തിക്കും. അവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കാർ കാണുന്നത്, തൊട്ട് നോക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിന് പുറകെ ഒരു വോയിസ് നോട്ട് അവരിടും. ആരുടെ ആ വോയിസ് നോട്ട് നമുക്കറിയില്ല, അത് വാട്സാപ്പ് ഗ്രൂപ്പാണ്, നമുക്ക് മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല, നമുക്ക് മെസ്സേജസിന് റിയാക്ഷൻ പോലും ചെയ്യാൻ പറ്റില്ല. ഓ ബായ്, എനിക്ക് കാർ കിട്ടി, സൂപ്പർ കാറാണ്, അടിപൊളി കാറാണ്, ഭയങ്കര താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവരെ കീപ്പോൺ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറെ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾക്ക് തോന്നും, കൊള്ളാമല്ലോ, നമുക്ക് ഈ കാർ ഒരു 2016 കാറാണ്, ഒന്ന് ഇത്ര വില കിട്ടി, നമുക്ക് ഇവരുടെ നിന്ന് തന്നെ വാങ്ങാമെന്ന്. ഓക്കെ, ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. നമുക്കങ്ങനെ ഒരു കാർ വാങ്ങാമെന്നൊരു വിചാരമുണ്ട് ഉണ്ടായെന്ന് കൂട്ടിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ നമ്മൾ ഡെയിലി വൈസ് കാർ വാങ്ങുന്നതിനകത്ത് ഒരു തെറ്റൊന്നുമില്ല. നമുക്ക് നോക്കിയെടുക്കാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു മെക്കാനിക്കൽ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നോക്കിയെടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം, അത് വഴിയെ പറയാം. പക്ഷെ നമ്മൾ കാർ ഇങ്ങനെ കാണാതെ ഈ ഡീലറിന്റെ നിന്ന് പോയി എടുക്കുന്നത് അത് ഒരിക്കലും ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിയാമെങ്കിൽ ഒരു കാർ നമുക്കറിയാം ഏറ്റവും അധികം ഒരു ഫ്രോഡ് നടക്കുന്ന ഒരു ഫീൽഡാണ് കാർ. ഒരു ബൈക്ക് എടുക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അതേസമയം ഒരു കാർ എടുക്കാൻ നമുക്കറിയാം എന്തുമാത്രം ചെക്ക് വേണ്ടി വരുമെന്ന് അറിയാം. ബേസിക്കലി ഒരു ബേസിക് ചെക്സ് നമുക്കറിയാം. ഒന്ന്, കാർ ആക്സിഡന്റ് ആയതാണോ, അതിന്റെ ഫ്രണ്ടിലത്തെ ഏപ്രോൺ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിന്റെ പില്ലേഴ്സ് എങ്ങനെയുണ്ട്, അതിന്റെ പെയിന്റിങ് എങ്ങനെയുണ്ട്, ഗ്ലാസിന്റെ മാനുഫാക്ചർ, ടയർ, ഈ കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മളൊരു ഇമേജ് കണ്ടിട്ട് ഇമേജിനകത്ത് അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ, അല്ലെങ്കിൽ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ എന്നല്ല, പക്ക സർവീസ് ഉള്ള കാറ്, ജസ്റ്റ് 1 lakh കിലോമീറ്റർ മാത്രം ഓടിയത്. ഇന്നോവയൊക്കെ 1 lakh കിലോമീറ്റർ എന്ന് വെച്ചാൽ നമുക്കറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു ഓട്ടമാണ്. കാരണം ഇന്നോവയ്ക്ക് ഒരു 3-4 ലക്ഷം കിലോമീറ്റർ സുഖമായിട്ട് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അവർ പറയും, നമുക്കിതിന് ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല, നമ്മൾ പൈസ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ എത്രയും കൊടുത്തെടുക്കുന്നു, അവർക്ക് കാർ നമുക്ക് കിട്ടും. പക്ഷെ കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് കാറാണ് കിട്ടുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടുത്തെ അല്ലേ. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് നോക്കി, എങ്ങനെയാണ് ആളുകൾക്ക് ഈ സൈറ്റുകളെ കുറിച്ച് ഇത്ര വിശ്വാസം വരുന്നത്. ഓഫ് കോഴ്സ് അവർ ടെസ്റ്റിമോണിയൽസ് ഇടും, ഞാൻ പറഞ്ഞതുപോലെ അവർ കസ്റ്റമേഴ്സിന്റെ പേരിൽ വോയിസ് നോട്ട് ഇടും. ദൈവത്തിന് അറിയാതെ കസ്റ്റമേഴ്സ് ആണോ അതോ അവർ തന്നെ ഗ്രൂപ്പാണോ ഇടുന്നതെന്ന്. അപ്പം ഇതിനകത്ത് ഓക്കെ, ഇതിന് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാർ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ആ ടൈമിൽ തന്നെ എനിക്ക് ഒരു സ്പിറ്റി വാലി, ഒരു ഹിമാചൽ പ്രദേശോട്ടൊക്കെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഡൽഹി വഴിയാണ് പോയത്. ഡൽഹി വഴി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കയറി ക്യാബിലെ ഡ്രൈവർ ഞാൻ കേരളത്തിലാണെന്ന് ഉറപ്പിനോട് ചോദിച്ചു, ഇവിടെ വണ്ടി എടുക്കാൻ വന്നാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ വന്നത് അല്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വണ്ടി എടുക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് മലയാളികൾ വണ്ടി എടുക്കാൻ ഇവിടെ നേരിട്ട് വരാറുണ്ട്, ഒരുപാട് ഏജൻസി എല്ലാം വരാറുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, വണ്ടി എടുക്കാൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാമെങ്കിൽ ഞാൻ മീറ്റർ ഒന്നും ടാമ്പർ ചെയ്യാത്ത വണ്ടികൾ എനിക്കറിയാം, ഞാനത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, മീറ്റർ ടാമ്പർ ചെയ്യാത്ത വണ്ടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് കേട്ടു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമായിരിക്കും.
അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബിൽ തന്നെ വീഡിയോസ് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ വണ്ടി, ഇപ്പം എൻ്റെ വണ്ടി ഇപ്പം ഒരു 2 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. ഞാൻ അവിടെ ചെന്ന് മീറ്റർ ടാമ്പർ ചെയ്യുന്ന ആളുകൾ ചെന്ന് എനിക്ക് പറയാമെങ്കിൽ എന്താവും, എനിക്ക് വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി ടാമ്പർ ചെയ്ത് ഒരു 50,000 കിലോമീറ്റർ ആക്കി തരും. എത്ര ടാമ്പർ ചെയ്ത് ബൈക്കിലൊക്കെ ആക്കണം അതിനനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് അവർക്ക്. അപ്പോൾ ടാമ്പറിങ്, മീറ്റർ ടാമ്പറിങ് ഡൽഹിയിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, അപ്പോൾ നമുക്ക് ഈ വണ്ടി തരുന്ന ഏജന്റ്, എല്ലാ ഏജൻസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഏജൻസും വണ്ടി ഓടിയിരിക്കുന്ന എല്ലാം 1.5 lakhs കിലോമീറ്ററാണ് മാക്സിമം. അപ്പം അതെങ്ങനെയാണ് ഈ 1.5 ആക്കിയതെന്ന് നമുക്കറിയാം, നമുക്ക് ആർക്കായാലും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഡൽഹിയിലെ ടാക്സി കാർ അതായത് ടാക്സി കാറുകൾ ഉണ്ടാവുമല്ലോ, ടാക്സി കാറിനെ പ്രൈവറ്റൈസ് ആക്കുമ്പോൾ, ടാക്സി കാർ നിങ്ങൾക്കറിയാം എല്ലാ ടാക്സി കാറും മിനിമം ഒരു 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഓടിയായിരിക്കും. ടാക്സി കാറിനെ പ്രൈവറ്റ് ആക്കുമ്പോൾ അത് ഒരു ഹിസ്റ്ററിക്കകത്തും കാണിക്കത്തില്ല. RTO കയ്യിലാണ് അതിന്റെ റെക്കോർഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പരിവാഹൻ പോലെ സൈഡിനെ നോക്കിക്കഴിയാമെങ്കിൽ ഒരു ടാക്സി കാറിനെ പ്രൈവറ്റ് ആക്കിയ ഒരു വണ്ടി നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം, നമ്മുടെ ടാക്സി കാർസ് ഉണ്ടാവും, 4 ലക്ഷം കിലോമീറ്ററുടെ ടാക്സി കാർ ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യും, പ്രൈവറ്റ് ആക്കി ഫസ്റ്റ് കൺവേർട്ട് ചെയ്യും, നേരെ തിരിച്ച് കിലോമീറ്റർ തിരിച്ചു വെച്ച് 1 ലക്ഷം കിലോമീറ്റർ ആക്കും. പെർഫെക്റ്റ് പ്രൈവറ്റ് കാറാണ്, സിംഗിൾ ഓണറാണ്, 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയാണ്. അതവിടെ സെറ്റായി. അടുത്തത്, ഇനി നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, നമ്മൾ അതിന്റെ എഞ്ചിൻ നമ്പറും ചായ്സ് നമ്പറും വെരിഫൈ ചെയ്യും. നമ്മൾ ഈ ഏജന്റിനെ മാത്രം വിശ്വസിച്ച് നമ്മൾ പോയി വണ്ടി കാണാതെ ഓൺലൈൻ എടുത്ത് ഇവിടെ വരുമ്പോൾ അതിന്റെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആരോട് പറയും, എന്ത് ചെയ്യും? അതായത് അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, ഡൽഹിയിലെ മായാപുരി പല ബാസാർസ് ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് വണ്ടിയുടെ എഞ്ചിനും ചേസസും എന്തു വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടാണ്, ഒരു വണ്ടിയുടെ ഒരു ഹാഫ് പാർട്ട് ഇന്നോവയും ഹാഫ് പാർട്ട് വേറെന്തോ ഒരു കാറും വെച്ച് ഇന്നോവ പോലെ ലുക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരാൾ എവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി ഇന്നോവയാണ് എവറിത്തിങ്, ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തോ മാരുതിയുടെ എഞ്ചിനോ എന്തോ സാധനങ്ങളോ അങ്ങനെ എന്തോ, ഔട്ട്ലുക്ക് ഫുൾ ഒരു ഇന്നോവ. സോ ഇങ്ങനത്തെ ഒരുപാട് ഫ്രോഡ് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വണ്ടി കാണാതെ പറഞ്ഞാൽ ഒരിക്കലും വണ്ടി കാണാതെ നമ്മൾ എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കിലോമീറ്റർ തിരിച്ച വണ്ടിയായിരിക്കാം, ടാക്സി പ്രൈവറ്റ് ആക്കിയതായിരിക്കാം, എഞ്ചിനോ ചേസോ ഒക്കെ എന്താണെന്ന് ദൈവം തമ്പുരാൻ പോലും അറിയില്ല. പിന്നെ അടുത്തത്, എല്ലാ വണ്ടിയുടെയും ഡൽഹിയിലുള്ള എല്ലാ വണ്ടിക്കും പറയുന്നതാണ് നമ്മുടെ ഒരു കല്ല്, അതായത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, അതായത് അത് കല്ലടിച്ചിട്ടാണ് ഫ്രണ്ട് ഗ്ലാസ് മാറിയതെന്ന്. എന്താണ് ഈ കല്ലടിക്കുന്നത്? ഡൽഹി പോലെ ഒരു സിറ്റിയിൽ ഓടുന്ന വണ്ടിക്ക് എവിടെയാണ് കല്ലടിക്കുന്നത്? ഡൽഹിയിൽ നിന്ന് കല്ലടിക്കുന്നത് വണ്ടി ലഡാക്ക്, സ്പിറ്റി വാലി, അങ്ങനെ കുറെ റിമോട്ട് വാലീസ് ഉണ്ട്, ആ ഹില്ലി ഏരിയസിലുണ്ട്. അവിടേക്ക് പോയ വണ്ടിക്കാണ് അവിടെ കൂടുതൽ ഷൂട്ടിംഗ് സ്റ്റോൺ ഏരിയ ഉണ്ട്. അതായത് നമ്മൾ പാറയുടെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് കല്ല് തെറിച്ചു വരും, അടിക്കും. അത് കോമൺ ആണ്. അങ്ങനെ കല്ല് വണ്ടിയുടെ കണ്ണാടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓർക്കണം, ഇതുവഴി പോയ ടാക്സി കാറുകളാണെങ്കിൽ അത് പിഴിഞ്ഞ് ചാറെടുത്ത വണ്ടിയായിരിക്കും. അത് നമ്മൾ ഈ വഴി ലഡാക്കിലും സ്പിറ്റിയിലും ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അതുവഴി വണ്ടി പോയി കഴിയാമെങ്കിൽ അതിന് അന്യായ പണി കിട്ടുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ റോഡെന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു വഴികളാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ വഴി കൂടെ ഇങ്ങനത്തെ പോകുന്ന വണ്ടികൾ ഇവിടെ വന്ന് എന്താ പറഞ്ഞേ, പ്രൈവറ്റ് രജിസ്ട്രേഷനോട് മാറി 1 ലക്ഷം കിലോമീറ്ററൊക്കെ വെച്ചിട്ട് 12 ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും പറ്റിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടുന്ന് വണ്ടി എടുക്കാൻ പാടില്ലേ? എടുക്കാം. നമ്മൾ നേരിട്ട് കണ്ട്, അല്ലാതെ ഒരു രീതിയിലും ഒരു ഏജന്റ് പറയുന്നത് കേട്ടിട്ട് അവിടുന്ന്, അങ്ങനത്തെ ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ട്. ഞാൻ ഒരു പേര് പറയുന്നില്ല, അത് ഭാവിയിൽ അത് വേറൊന്നും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പേര് പറയുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പ്സുകളുണ്ട്. നമുക്ക് പൈസ കൊടുത്തിട്ട് വണ്ടി ഡയറക്റ്റായിട്ട് കയറ്റി വിടുന്നത്. പിന്നെ അതൊരു സെഷൻ അല്ലേ. അപ്പോൾ ആലോചിക്കും, ഇനി നമുക്ക് ജനറൽ ആയിട്ട് ആലോചിക്കാം, നല്ലൊരു ഡൽഹി വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം, കേരളത്തിലോട്ട് വന്ന് ഇവിടെ ഒരു ഏജന്റ് എടുത്തുകൊണ്ട് വരുമല്ലോ, ആ വണ്ടി നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അതപ്പോൾ നമ്മൾ നേരിട്ട് പോയി കേരളത്തിൽ കണ്ടിട്ട്, ഡൽഹി വണ്ടി ആയിരിക്കാം, കേരളത്തിൽ കണ്ടിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു മെക്കാനിക്കിനെ കൊണ്ട് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസം ഉണ്ടാവും. കാരണം നമ്മൾ നേരിട്ട് കണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ. കാരണം എന്തെങ്കിലും ഇടി വന്നിട്ടുണ്ടോ, ബാക്കി റീപ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഒരു 8 ലക്ഷം രൂപയ്ക്ക് എടുത്ത വണ്ടി ഇവർ ഒരു 12 ലക്ഷം രൂപയ്ക്കായിരിക്കും ഇവിടെ വെക്കുന്നത്. ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പകുതിയും പേര് വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യാത്തൊരു കാര്യം, ഈ വണ്ടി ഡൽഹിയിൽ ഇപ്പോൾ 10 വർഷം ഓടി, അത് കേരളത്തിലോട്ട് എത്തുമ്പോൾ നമ്മളിവിടെ, അല്ലെങ്കിൽ കേരളത്തിലോ കർണാടകയിലോ എവിടെയായാലും എത്തുമ്പോൾ നമ്മളിവിടെ എൻ്റെ അടുത്തൊരു ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ 10 വർഷമായ വണ്ടിയാണെങ്കിൽ നമ്മൾ എന്താണ്, ഇവിടെ നമ്മൾ റോഡ് ടാക്സ് 15 വർഷത്തേക്കാണ് അടയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 5 വർഷത്തേക്കൂടെ നമ്മൾ ടാക്സ് അടയ്ക്കണം.
അപ്പം ഒരു ഇന്നോവ പോലെ ഒരു വണ്ടി ഒരു 5 വർഷത്തേക്കുള്ള ടാക്സ് അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു 3 ലക്ഷം രൂപ അടുത്ത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരു 12 ലക്ഷം രൂപയ്ക്ക് ആ വണ്ടി അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എന്താവും 15 ലക്ഷം രൂപയുടെ ചിലവാകും. ആ 15 ലക്ഷം രൂപയുടെ കൂടെ ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രൂ കേരള വണ്ടി നമുക്ക് ഇവിടെ കിട്ടും ഇല്ലേ? എന്തിനാണ് നമ്മൾ ഒരു 12 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഇവിടെ എടുത്തിട്ട് അതായത് ഇവിടുത്തെ ഡീലറിനെ എടുക്കുമ്പോഴാണ് പറയുന്നത് കേട്ടോ, അവരവിടുത്തെ കമ്മീഷനും എല്ലാം അവരുടെ കമ്മീഷനും എല്ലാം ആഡ് ചെയ്ത് 8 ലക്ഷത്തിന് വേണ്ടി ഒരു 12 ലക്ഷം ആകും. അതിന്റെ കൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 3 ലക്ഷം രൂപയുടെ ചിലവാണ്. അപ്പം നമ്മൾ എന്തിനാണ് അത്രയും ഒരു റിസ്ക് അവിടുന്ന് ഒരു വണ്ടി നമുക്ക് അതിന്റെ ഹിസ്റ്ററി അറിയത്തില്ല. ഹിസ്റ്ററി ഇവർ കാണിക്കുമായിരിക്കാം, പക്ഷെ നമുക്ക് അറിയത്തില്ല അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് റീപ്ലേസ് ആയിട്ടുണ്ട്, അപ്പം നമുക്ക് അറിയത്തില്ല അത് ആക്ച്വലി ഒരു തേങ്ങാ വീണ് പോയതാണോ അതോ വേറെ എന്ത് സംഭവിച്ചാണ്, അതോ ലഡാക്ക് റീജിയനിൽ ഓടി തേഞ്ഞു വണ്ടിയാണോ നമുക്കറിയില്ല, അതോ ഇത് ടാക്സ് കൺവേർട്ട് ചെയ്താണോ നമുക്കറിയത്തില്ല. അപ്പൊ അതിലെന്തുകൊണ്ട് ഭേദം നമുക്ക് കേരളത്തിൽ നിന്ന് കുറച്ച് വില കൂടുതലാണെങ്കിലും എടുക്കുന്നതായിരിക്കാം ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് മാക്സിമം സേവ് ചെയ്യുന്നത്. ആ 2 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും ബെറ്റർ ആയിട്ട് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എന്റെ മാത്രം ഒരു വ്യൂ ആണ്, അത് ഇന്നത്തെ എക്സ്പെർട്സ് ഉണ്ടാവും, അപ്പൊ അവർക്ക് ചീത്ത വിളിക്കണമെങ്കിൽ ചീത്ത വിളിക്കാം, എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനലിന്റെ പേര് തന്നെ ബ്ലണ്ട് ഗൈ എന്നാണ്. സോ എനിക്ക് കുഴപ്പമില്ല, എന്ത് ചീത്ത വിളിച്ചാലും എന്തായാലും കുഴപ്പമില്ല. സോ അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കിയിട്ട് കണ്ടിട്ട് എടുക്കുക. ഒരിക്കലും വണ്ടി കാണാതെ ഫീൽ ചെയ്യാതെ ഒരിക്കലും ഒരു വണ്ടിക്ക് എത്ര വിലക്കുറവാണെങ്കിലും പൈസ കൊടുക്കരുത്. ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ണു തുറന്ന് ശ്രദ്ധിക്കാമെങ്കിൽ അറിയാം, ഡൽഹിയിലുള്ള നമ്മുടെ നാട്ടിലെ ലോക്കലി നിൽക്കുന്ന ഇന്നോവാസ് എല്ലാം ഏകദേശം ഒരു 7-8 വർഷമായി ഇന്നോവാസ് ആവറേജ് ഒരു 1 ലക്ഷം കിലോമീറ്റർ ഒക്കെയാണ് ഓടിയത്. അതേസമയം അവിടെ നിൽക്കുന്ന വണ്ടികൾ ജെനുവിനായിട്ട് എല്ലാം 3 ലക്ഷം കിലോമീറ്റർ പുറത്ത് ഓടിയതാണ്. കാരണം കൂടുതലും ടാക്സി വണ്ടീസാണ്. ടാക്സി എന്ന് വെച്ചാൽ ഡൽഹിയാണ് നമ്മുടെ ട്രാവൽ ഹബ്ബ്. മണാലി, ലഡാക്ക്, സ്പിറ്റി വാലി, സച്ച് പാസ്, ശ്രീനഗർ, ഇവരെല്ലാം മെയിൻ ഹബ്ബ് ഡൽഹിയാണ്. ഇവിടെ നിന്നാണ് വണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ചാറായത് വണ്ടിയായിരിക്കും, ടാക്സി കൺവേർട്ടഡ് ആയിരിക്കാം. അത് അറിഞ്ഞും കണ്ടും നോക്കി മാത്രം എടുക്കുക. ഏജൻസിന്റെ ഒരു ഇതില്ലാതെ ഏജൻസിന്റെ ഒരു പ്രഷറിലും അല്ലെങ്കിൽ ഏജൻസ് പറയുന്ന കേട്ട് അല്ലെങ്കിൽ ഏജൻസ് പല ടെസ്റ്റിമോണിയൽസ് ഇടും, അങ്ങനെ കേട്ട് എടുക്കാതിരിക്കുക. നോക്കി വണ്ടി എടുക്കുക. 1-2 ലക്ഷം രൂപ കൂടുതലാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം എടുക്കുക. ഈ പറയുന്ന ഞാൻ ഡീലറല്ല കേട്ടോ, വണ്ടി ഡീലറൊന്നും അല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞു, ഞാനൊരു IT ഗൈയാണ്, IT-ലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ വീഡിയോസ് പുറകെ വരാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, സൈനിങ് ഓഫ്.